This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. Welcome to Kingdom and Glory of God. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവിക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. The glory of God means the visible, tangible and the audible presence of God.
ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്, അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 89 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് നിത്യമരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവജീവൻ്റെ പൂർണ്ണതയായ തേജസ് കൂടാതെ മനുഷ്യൻ അപൂർണനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ നിറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ പ്രാണനിൽ ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്. ഭയം, ദുഃഖം, നിരാശ തുടങ്ങി സകലവിധ നിഷേധാത്മക വികാരങ്ങളാലും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായ ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശ് മരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് തൻ്റെ ജീവനെയും ആത്മാവിനെയും അവർക്ക് ദാനമായി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ആത്മാവിലേക്ക് ദൈവജീവനും ആത്മാവും പ്രവേശിച്ച് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മകനാക്കി തീർക്കുകയാണ്. ഇനി ഓരോ നിമിഷവും ജീവൻ്റെ സമൃദ്ധിയിലേക്ക് അവനൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ജീവനും ആത്മാവുമാണ്. അതായത് ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവത്തിൻ്റെ ജീവനാലും ആത്മാവാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വചനം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിച്ച് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവൻ നൽകുന്ന വൃക്ഷവും ജ്ഞാനം നൽകുന്ന വൃക്ഷവും ഉണ്ടായിരുന്നു. ആദം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തിരഞ്ഞെടുത്തു. ഇന്നും ദൈവത്തിൻ്റെ ജനം ആദം ചെയ്ത അതേ പാപം വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ കേവലം ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ? സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം
20-ാം വാക്യം തുടങ്ങി നാം പഠനം ആരംഭിച്ചു. ദൈവവചനങ്ങൾക്ക് ഏറെ ശ്രദ്ധ കൊടുക്കണം, നിരന്തരം വായിക്കണം, രാവും പകലും അവകളെ ധ്യാനിക്കണം, ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിച്ചു വെക്കണം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. നാം എന്താണ് കേൾക്കേണ്ടത്? ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മീക അഭിവൃദ്ധിയിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ സഹായിക്കുന്ന, തികഞ്ഞ പുരുഷത്വത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വളരുവാൻ സഹായിക്കുന്ന, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന, സ്വയത്തെ ത്യജിച്ച് താന്താൻ്റെ ക്രൂശെടുത്ത് സമ്പൂർണ്ണ സമർപ്പണത്തിൽ യേശു കർത്താവിനെ അനുഗമിക്കുവാൻ നമ്മെ സഹായിക്കുന്ന, ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന, പാപത്തിൻ്റെ മീതെ, ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും മോഹങ്ങളുടെ മീതെ, പിശാചിൻ്റെ സകല തന്ത്രങ്ങളുടെയും പരീക്ഷകളുടെയും മീതെ ജയാളികളാക്കി തീർത്ത് യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. 4-ാം അധ്യായം 22-ാം വാക്യമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും സർവ്വദേഹത്തിനും സൗഖ്യവുമാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് കിട്ടുന്നത്? അതിപ്രധാനമായ 8 പോയിൻറ്റ്സുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ, ബുദ്ധിയിൽ സ്വതന്ത്രമാക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തി തരുന്നതും വചനം പഠിപ്പിക്കുന്നതും ഓർമ്മയിൽ കൊണ്ടുവരുന്നതും അനുസരിപ്പാൻ സഹായിക്കുന്നതുമെല്ലാം പരിശുദ്ധാത്മാവാണ്. രണ്ടാമതായിട്ട്, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുക, ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുക എന്നതാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ്റെ ബുദ്ധി ഇരുണ്ടുപോയി. ഈ ലോകത്തിൻ്റെ ദൈവം മനുഷ്യൻ്റെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞിരിക്കുകയാണ്. വീണുപോയ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ദൈവത്തെ സ്വീകരിപ്പാനോ, ദൈവ പരിജ്ഞാനം പ്രാപിക്കുവാനോ, വചനത്തെ സ്വീകരിപ്പാനോ കഴിയുന്നതല്ല. ഇപ്പോൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവം ഒരുവൻ്റെ ബുദ്ധിയെ തുറക്കുകയാണ്. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ അവൻ്റെ ഹൃദയദൃഷ്ടിയെ, ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ദൈവത്തിൻ്റെ വചനം അവന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരിക്കൽ നമ്മുടെ ബുദ്ധി തുറന്നു പ്രകാശിപ്പിക്കപ്പെട്ടെങ്കിലും ഓരോ ദിവസവും എപ്പോഴൊക്കെയാണോ വചനം വായിക്കുന്നത്, കേൾക്കുന്നത്, അപ്പോഴെല്ലാം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് നമ്മുടെ ബുദ്ധിയെ അധികം പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 45-ാം വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത വളരെ മനോഹരമായൊരു കാര്യമാണിത്. അവരുടെ ബുദ്ധിയെ തുറന്നുകൊടുത്തു. കഴിഞ്ഞ 3.5 വർഷക്കാലമായി എല്ലാ ദിവസവും കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും വഴിയാത്രകളിൽ, ബോട്ട് യാത്രകളിൽ, വീടുകളിൽ, തെരുവീഥികളിൽ, സമുദ്രങ്ങളുടെ തീരത്ത്, സിനഗോഗകളിൽ, ജെറുസലേം ദേവാലയത്തിൽ യേശു കർത്താവ് നിരന്തരം നിത്യരാജ്യത്തിൻ്റെ, നിത്യരക്ഷയുടെ, നിത്യജീവൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ശിഷ്യന്മാരെല്ലാം തന്നെ 3.5 വർഷക്കാലം കർത്താവ് പഠിപ്പിച്ച എല്ലാ വചനങ്ങളും കേട്ടവരാണ്. മാത്രമല്ല
ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒട്ടുമിക്ക വചനങ്ങളും കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ തിരുവെഴുത്തുകളും ഗ്രഹിക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല എന്നത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇപ്പോൾ താൻ സ്വർഗത്തിങ്കലേക്ക് മടങ്ങിപ്പോകുകയാണ്. വിശുദ്ധ തിരുവെഴുത്തുകളിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ വചനങ്ങളും തിരിച്ചറിയേണ്ടതിന് യേശു കർത്താവ് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു. 44-ാം വാക്യം, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നത് തന്നെ. അതായത് ന്യായപ്രമാണ പുസ്തകങ്ങളിൽ, സങ്കീർത്തന പുസ്തകങ്ങളിൽ, പ്രവാചക പുസ്തകങ്ങളിൽ മശിഹയെക്കുറിച്ച്, ക്രിസ്തു കഷ്ടമനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, മരിച്ച് അടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റ് സർവ്വലോകത്തിനും നിത്യജീവനെ കൊടുക്കുന്ന, നിത്യരാജ്യം കൊടുക്കുന്ന തിരുവെഴുത്തുകൾ പറഞ്ഞിരിക്കുന്നത് ഗ്രഹിക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ കർത്താവ് അവരുടെ ബുദ്ധിയെ തുറക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഗ്രഹിക്കണമെങ്കിലും കർത്താവ് നമ്മുടെ ബുദ്ധിയെ തുറന്നു തരണം. ബുദ്ധിയെ തുറന്നാൽ മാത്രം പോരാ, ഓരോ പ്രാവശ്യവും വചനം വായിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ അവൻ നമ്മുടെ ബുദ്ധിയെ അധികം പ്രകാശിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, എനിക്കിനിയും അനേകമായ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയുണ്ട്. പക്ഷേ അത് വഹിപ്പാൻ, അതായത് സ്വീകരിപ്പാൻ, ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് പ്രാപ്തിയില്ല. ശിഷ്യന്മാരുടെ ബുദ്ധിയുടെ, ഹൃദയത്തിൻ്റെ പരിമിതിയെക്കുറിച്ചാണ് കർത്താവ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3.5 വർഷക്കാലമായി നിരന്തരം ദൈവരാജ്യത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ച്, അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഉന്നതമായ നിലവാരത്തെക്കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല, ഇനിയും ഏറെ പറവാൻ വേണ്ടിയുണ്ട്. എന്നാൽ അതെല്ലാം ഗ്രഹിപ്പാൻ, വഹിപ്പാനുള്ള പ്രാപ്തി ശിഷ്യന്മാരുടെ ബുദ്ധിക്കും ഹൃദയത്തിനും ഇല്ലെന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. ഇനി അതിൻ്റെ പോംവഴി എന്താ? കർത്താവ് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറക്കണം. സത്യത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ അവരുടെ ഹൃദയത്തിലേക്കും ബുദ്ധിയിലേക്കും പകർന്ന് ഹൃദയത്തെയും ബുദ്ധിയെയും അധികമായി പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ നിത്യരാജ്യത്തിൻ്റെ, നിത്യജീവൻ്റെ സന്ദേശം ഒരു വ്യക്തിക്ക് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ, വചനത്തെ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ, അതിൻ്റെ ജീവനെയും ആത്മാവിനെയും അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് നമ്മുടെ ബുദ്ധിയെ അധികമായി തുറക്കുമ്പോഴാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ നമുക്ക് പ്രാപിക്കുവാനായി കഴിയുന്നത്. ഇതേ ആത്മീയ തത്വം തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതുവാനും ദൈവം ഉപയോഗിച്ചത്.
വളരെ സാധാരണക്കാരായ വ്യക്തികളിലൂടെയാണ് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിലൂടെ, വീണുപോയ മനുഷ്യൻ്റെ മനസ്സിലൂടെ, ഹൃദയത്തിലൂടെ, ബുദ്ധിയിലൂടെ തന്നെയാണ് തൻ്റെ വചനങ്ങളെല്ലാം ദൈവം പകർന്നു കൊടുത്തത്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിലേക്ക്, മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ദൈവം തൻ്റെ മനസ്സ് പകരും മുമ്പേ, തൻ്റെ ആലോചന, തൻ്റെ ഹൃദയം പകരും മുമ്പേ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ അവൻ്റെ ബുദ്ധിയിലേക്ക് നിറച്ച്, ഹൃദയത്തിലേക്ക് നിറച്ച്, അവൻ്റെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ച ശേഷമാണ് ദൈവിക ആലോചനകൾ ആ പ്രകാശിപ്പിക്കപ്പെട്ട മനസ്സിലൂടെ ദൈവം പകർന്നു കൊടുക്കുന്നത്. ഉദാഹരണമായി പൗലോസ് അപ്പോസ്തലനെ കൊണ്ട് റോമാലേഖനം എഴുതുവാൻ കർത്താവ് തീരുമാനിച്ചപ്പോൾ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ അവൻ്റെ ബുദ്ധിയിലേക്കും ഹൃദയത്തിലേക്കും പകർന്ന് അവൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. ഇപ്പോൾ ആ പ്രകാശിപ്പിക്കപ്പെട്ട ബുദ്ധിയിലൂടെ റോമാലേഖനത്തിലെ ഓരോ വാക്യങ്ങളും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവനെ പഠിപ്പിക്കുകയാണ്. അതാണ് നമുക്കിന്ന് എഴുതി കിട്ടിയിരിക്കുന്നത്. മറ്റൊരുദാഹരണം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം എഴുതുവാൻ ദൈവം കർത്താവിൻ്റെ ദാസനെ ഉപയോഗിച്ചപ്പോൾ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് അവൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു, ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിച്ചു. പരിശുദ്ധാത്മാവ് യേശു കർത്താവ് പറഞ്ഞ സകല വചനങ്ങളും അവൻ്റെ ഓർമ്മയിൽ കൊണ്ടുവന്നു, അവനെ ഓർമ്മപ്പെടുത്തി. അങ്ങനെയാണ് മത്തായിയുടെ സുവിശേഷം നമുക്ക് ലഭ്യമായത്. ഇനി മത്തായിയുടെ സുവിശേഷവും റോമാലേഖനവും നമുക്ക് ലഭിക്കണമെങ്കിൽ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. നമ്മുടെ ബുദ്ധി പ്രകാശിപ്പിക്കപ്പെടുമ്പോഴാണ് ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്കും വെളിപ്പെട്ടു വരുന്നത്. പ്രിയമുള്ളവർ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ എൻ്റെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ, നിൻ്റെ വചനം പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നായിരിക്കണം. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ
ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ